നമ്മുടെ നാട്ടിൽ കർഷകരില്ല എങ്കിൽ, കൃഷിയില്ല എങ്കിൽ നാടിന് ഭക്ഷണമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. 2050 ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ ജനസംഖ്യ 1000 കോടി എത്തും എന്ന് കണക്ക് കൂട്ടുമ്പോൾ ലോകം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു 75-80% അധികം ഭക്ഷണം ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യവും പ്രത്യേകമായ പരിഗണനയും നൽകി മുമ്പോട്ട് പോകണമെന്ന് ലോകം ചിന്തിക്കുമ്പോഴാണ് ഇന്ത്യ പോലെ ഒരു കാർഷിക രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരിടത്ത് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനകത്ത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവർക്കും അന്നം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് അവഗണന പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട മുഖമുദ്രയായി മാറുന്നത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒന്നാണ്. വിളകൾക്ക് നിയമപ്രകാരമുള്ള ഒരു പരിരക്ഷ ലഭിക്കണം. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ വില എന്നുള്ളത്, മിനിമം സപ്പോർട്ട് പ്രൈസ്, വിളകൾക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും ന്യായമായ ഒരു വില അത് ഉറപ്പാക്കണം, അത് നിയമപരമായി ഉറപ്പാക്കണം എന്നുള്ളതാണ് രാജ്യത്ത് നടക്കുന്ന ഒരു സമരത്തിലൂടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബജറ്റും അതിനെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സർക്കാരിൻ്റെ പരിഗണനയിൽ പോലും ആ കാര്യമില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുള്ളത് ഞങ്ങളുടെ പരിഗണനയിൽ പോലും ഇല്ല എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ഇന്നത്തെ ബജറ്റിനകത്ത് നമ്മൾ കാണുന്നത്. ഇന്നലെ പ്രസിദ്ധീകരിച്ച എക്കണോമിക്സ് സർവേ, അതിനടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഞങ്ങൾ പരിഗണന നൽകാൻ തയ്യാറാവുന്നില്ല എന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്ന തുല്യമാണ്. എക്കണോമിക് റിവ്യൂ പ്രകാരം കാർഷിക മേഖലയിലെ വളർച്ച 2017-18 അത് 6.6% ആയിരുന്നുവെന്ന് നമുക്കറിയാം. അത് 23-24 2.1% കുറഞ്ഞു. വളർച്ചയുടെ കാര്യം നോക്കുമ്പോൾ മൊത്തത്തിൽ 22-23 4.4%, 21-22 4.8% എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു കുറഞ്ഞു വരുന്നു എന്ന് കാണിക്കുന്നത് തന്നെ കാർഷിക മേഖലയോട് ഒരു ഭരണകൂടം നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. 17-18 6.6% ഉണ്ടായിരുന്നത് 22-23 ആകുമ്പോഴേക്ക് 4.4% ആവുന്നു, 23-24 ആകുമ്പോൾ 2.1% ആവുന്നു എന്നെല്ലാം കാണിക്കുന്നതല്ല. കാർഷിക മേഖലയിലെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് അധിക നിക്ഷേപം ഒന്നും തന്നെ ഈ ബഡ്ജറ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതും നമ്മുടെ കാർഷിക മേഖലയോട് കാണിക്കുന്ന അവഗണനയുടെ ഉദാഹരണമാണ്. ബജറ്റ് വിഹിതം കാർഷിക മേഖലയ്ക്ക് 15% വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഇത് കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും വലിയ വർധനമാണെന്നുമാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആകെ ബജറ്റ് വിഹിതത്തിൽ കാർഷിക മേഖലയിലെ വിഹിതം 2024-25 2.54% നിന്നും 2.5% കുറഞ്ഞിരിക്കുന്നു എന്നാണ് ബജറ്റിൻ്റെ തന്നെ കണക്കുകൾ കാണിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രഖ്യാപനത്തിനകത്ത് പറയുന്നതിനപ്പുറത്തേക്ക് ബജറ്റിൻ്റെ കണക്കുകൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. KCC കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വിതരണം ചെയ്യുന്ന കാർഷിക വായ്പയുടെ പലിശയ്ക്ക് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബജറ്റിൽ അതിനുവേണ്ടി നീക്കിവച്ചിരിക്കുന്ന തുക നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 22,600 കോടിയായി തന്നെ നിലനിർത്തിയിരിക്കുന്നുവെന്ന് കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലേക്ക് പിന്നീട് ഈ സബ്സിഡിയുടെ എമൗണ്ട് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ചില ആശങ്കകളും അവ്യക്തതകളും ഒരു ബജറ്റിൽ നിറഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ കാണുന്നു എന്നത് തന്നെ ഒരു ശുഭകരമായ കാര്യമല്ല. ഒരിക്കലും ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നല്ല എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവ്യക്തമായി അവതരിപ്പിക്കപ്പെട്ട് പോകാൻ പാടില്ലാത്തതായിരുന്നു. അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരിപാടി വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്നുള്ളതാണ്. PM ധൻ ധാന്യ കൃഷി യോജനയിൽ 100-ൽ കുറഞ്ഞ ഉൽപ്പാദനക്ഷമത കുറവുള്ള ജില്ലകളിൽ കൃഷി മെച്ചപ്പെടുത്തുന്നതിനായി 1.7 കോടി കർഷകർക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പുതിയ പദ്ധതിയായി പലരും അതിനെ പ്രകീർത്തിക്കുന്നുണ്ടായിരുന്നു. ചില മാധ്യമങ്ങളെല്ലാം അതിലിങ്ങനെ എഴുതി കാണിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രഖ്യാപനം വന്നു തന്നെയാണ്. പക്ഷേ ബജറ്റിനകത്ത് മറ്റതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവസരത്തിൽ അതിനായി ബജറ്റ് വിഹിതം മാറ്റിവെച്ചതായി കാണാൻ കഴിയുന്നില്ല. അതും ഒരു പോരായ്മയായി തന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്.